ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പൊങ്കലിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പൊങ്കൽ എന്താണെന്ന് അറിയായിരിക്കും. തമിഴ്നാട്ടിലൊരു ഫേമസ് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. പക്ഷെ ഇത് കുറച്ചൊരു ഹെവി സൈഡിലാണ്. നല്ലോണം നെയ്യും കശുവണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഇത് വർക്കിംഗ് ഡേയിലൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി ക്ലാസ്സിലോ ഓഫീസിലൊക്കെ ഇരുന്ന് ഉറക്കം വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോൾ ഇത് ഉണ്ടാക്കി നല്ലൊരു ബ്രഞ്ചൊക്കെ ആയിട്ട് കഴിക്കാനും കുഴപ്പമൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയണ മാതിരി എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഓൾസോ അതിനടുത്തുള്ള ബെൽ ഐക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഈ പൊങ്കലിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. പൊങ്കൽ ഉണ്ടാക്കാൻ നമ്മൾ പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് സോനാ മസൂരി റൈസ് ആണ്. നമുക്ക് പൊന്നിയോ ഏത് പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാം. 1 കപ്പ് റൈസിന് 1/2 കപ്പ് നമ്മളുടെ മൂങ് ദാൽ, അതായത് ചെറുപരിപ്പാണ് ഉപയോഗിക്കേണ്ടത്. ഈ അരിയും പരിപ്പും ഒരു പാനിലിട്ട് നമുക്ക് മീഡിയം ഹീറ്റിൽ ഒരു 5 to 6 മിനിറ്റ്സ് നല്ലോണം വറുത്തെടുക്കാം. ഇങ്ങനെ അരിയും പരിപ്പും വറുക്കുകയാണെങ്കിൽ ഈ പൊങ്കലിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് ഞാൻ കഴുകിയിട്ടില്ല, കഴുകുന്നതിന് മുമ്പാണ് ഇത് ചെയ്യണത്. ഇത് നല്ലോണം ഇളക്കി കൊടുത്ത് ഒരു 5 to 6 മിനിറ്റ്സ് വറുക്കാം. നമുക്ക് ആദ്യം ഒരു 6 മിനിറ്റ്സ് ആയി. അരിയും പരിപ്പും ആവശ്യത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം കഴുകിയെടുക്കാം. ഒരു പ്രഷർ കുക്കർ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത്. ഈ പൊങ്കലിൽ നെയ്യാണ് അതിന്റെ മെയിൻ ഫ്ലേവർ. അപ്പൊ നല്ലോണം നെയ്യ് ഒഴിക്കാൻ മടിക്കണ്ട. നെയ്യ് ഒഴിച്ചതിന് ശേഷം 2 പച്ചമുളകും കുറച്ച് ബ്ലാക്ക് പെപ്പറും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ഒഴിക്കേണ്ട വെള്ളത്തിന്റെ മെഷർമെന്റ് ഇങ്ങനെയാണ്. നമ്മളിപ്പോ 1.5 കപ്പ് ആണല്ലോ അരിയും പരിപ്പും കൂടി എടുത്തേക്കണത്. അതിനു വേണ്ടി ഞാൻ 5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കണത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊരു 5 മുതൽ 6 വിസില് വരയ്ക്കും നമുക്കിത് കുക്ക് ചെയ്യാം. ഇപ്പൊ കുക്കറിന്റെ പ്രഷറൊക്കെ പോയി ഞാനിത് തുറന്നിട്ടുണ്ട്. നോക്കാം, നമുക്ക് ഇത് നല്ലോണം അരിയും പരിപ്പൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്പൂണ് വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. അവസാനമായിട്ട് ഇതിലേക്ക് നെയ്യിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്ത് ചേർക്കാം. അതിനു വേണ്ടി ഞാനൊരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കണത്. അതിനുശേഷം ഒരു 1/4 കപ്പ് കാഷ്യൂനട്ട് നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കാം. അടുത്തത് ഞാൻ ചേർക്കണത് വളരെ ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി, ജീരകം, പിന്നെ കുരുമുളക്, അതോടൊപ്പം കായപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും. കുരുമുളക് ഇങ്ങനെ മുഴുവനായിട്ട് കടിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തും ചേർക്കാം. ഇതെല്ലാം നല്ലോണം റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിത് പൊങ്കലിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പൊങ്കൽ ഇപ്പൊ റെഡിയായി. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. അധികം സമയം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ടിയായി പോവും. അങ്ങനെ കട്ടിയാവുകയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. പൊങ്കൽ, വട, സാമ്പാർ, ചട്നി ഇങ്ങനെയാണ് ചെന്നൈ ഹോട്ടൽസിലൊക്കെ ഇങ്ങനെയാണ് സെർവ് ചെയ്യുക. നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. വട എന്ന് പറയുമ്പോൾ നമ്മൾ ഉഴുന്നുവട. ഞാൻ ഓൾറെഡി ടിഫിൻ സാമ്പാറിന്റെയും കോക്കനട്ട് ചട്നിയുടെയും റെസിപ്പി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ 2 ഐറ്റമാണ് ഇതിന്റെ പെർഫെക്റ്റ് കോമ്പിനേഷൻ. അപ്പൊ നിങ്ങളും തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വീക്കെൻഡ് ബ്രഞ്ചിനൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്